കോൺഗ്രസ് പാർട്ടിയെ രൂക്ഷമായി വിമർശിച്ച് ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ രംഗത്തെത്തിയിരിക്കുകയാണ്. അസാമിൽ 2026 ആകുമ്പോഴേക്കും ഒരു ഹിന്ദുവും കോൺഗ്രസിൽ ഉണ്ടാകില്ലെന്നും 2032ഓടെ മുസ്ലിങ്ങൾ കോൺഗ്രസ് വിടുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ നിരവധി കോൺഗ്രസ് നേതാക്കൾ വരും ദിവസങ്ങളിൽ BJPയിൽ ചേരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗുവാഹട്ടിയിലെ BJPയുടെ സംസ്ഥാന ആസ്ഥാനം സന്ദർശിച്ച് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഹിമന്ത ബിശ്വ ശർമ്മ. കഴിഞ്ഞ ദിവസം 3 കോൺഗ്രസ് നേതാക്കൾ BJPയിൽ അംഗത്വം സ്വീകരിച്ചിരുന്നു. ഇന്നും മറ്റുള്ള നേതാക്കൾ BJPയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും BJPയിൽ ചേരുന്നത് എന്തുകൊണ്ടെന്നാൽ കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ അവർക്കൊരു അവസരമില്ലാത്തതുകൊണ്ടാണ്. എന്നാൽ BJP എല്ലാവർക്കും അവസരങ്ങൾ നൽകുന്നു. എല്ലാവരും ഒരു കുടുംബമാണ്. BJP ജനങ്ങൾക്കായി പ്രവർത്തിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളുടെ കീഴിലാണെന്നും സംസ്ഥാനത്തെ മുസ്ലിം സമൂഹത്തിന് പുരോഗതി ഉണ്ടാകാനാണ് താൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നിരവധി മുസ്ലിം സമുദായങ്ങൾ തന്നെ പിന്തുണയ്ക്കുന്നുണ്ട്. ഗോർഹട്ട് പാർലമെന്റ് സീറ്റിൽ BJP വിജയിക്കുമെന്നും അസം മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. തനിക്കെതിരെ ആഞ്ഞടിക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. സംസ്ഥാനത്തെ 126 നിയമസഭാ മണ്ഡലങ്ങളിൽ 105ലും BJP ലീഡ് ചെയ്യും. സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ഉൾക്കൊണ്ട് ജനങ്ങൾ തങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന ആത്മവിശ്വാസവും മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചു. അതേസമയം ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ മേധാവി ബദ്രുദ്ദീൻ അജ്മൽ MPക്ക് മുന്നറിയിപ്പും അദ്ദേഹം നൽകി. വീണ്ടും വിവാഹം കഴിക്കണമെങ്കിൽ തിരഞ്ഞെടുപ്പിന് മുമ്പ് ആകണമെന്നും അതിനുശേഷമാണെങ്കിൽ അറസ്റ്റ് നേരിടേണ്ടി വരുമെന്നുമായിരുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്നും ബഹുഭാരത്വം നിയമവിരുദ്ധമാക്കുമെന്നും ശർമ്മ വ്യക്തമാക്കി. 7 മക്കളുണ്ടെങ്കിലും താൻ ഇനിയും വിവാഹം കഴിക്കുമെന്ന ബദ്രുദ്ദീൻ അജ്മലിന്റെ പരാമർശത്തിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി.